നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. യഥാർത്ഥ ഭഗവത് തത്വം എങ്ങനെയാണ് ലഭിക്കുക എന്നതാണ് ഇന്നത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഏവം ഭഗവത് ഭക്തിയോഗത പ്രസന്ന മനസ മുക്തസംഗസ്യ ഭഗവത് തത്വവിജ്ഞാനം ജായതേ. ഒന്നും കൂടി നോക്കാം. ഏവം ഭഗവത് ഭക്തിയോഗത പ്രസന്ന മനസഃ മുക്തസംഗസ്യ ഭഗവത് തത്വവിജ്ഞാനം ജായതേ. ഈ ശ്ലോകത്തിൻ്റെ പദങ്ങൾ നോക്കാം. ഏവം പ്രസന്ന മനസഃ ഭഗവത് ഭക്തി യോഗതഃ ഭഗവത് തത്വ വിജ്ഞാനം മുക്ത സംഗസ്യ ജായതേ. ഒന്നുകൂടി നോക്കാം. ഏവം പ്രസന്ന മനസ ഭഗവത് ഭക്തി യോഗതഃ ഭഗവത് തത്വ വിജ്ഞാനം മുക്ത സംഗസ്യ ജായതേ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏവം ഇങ്ങനെ, മുമ്പ് പറഞ്ഞ രീതിയിൽ, പ്രസന്ന മനസ്സഃ ശുദ്ധവും ശാന്തവുമായ മനസ്സോടുകൂടിയവൻ, ഭഗവത് ഭക്തിയോഗതഃ ഭഗവാനോടുള്ള ഭക്തിയോഗത്തിലൂടെ, മുക്തസംഗസ്യ ആസക്തികളിൽ നിന്ന് വിമുക്തനായവൻ, ഭഗവത് തത്വവിജ്ഞാനം ഭഗവാന്റെ യഥാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവ്, ജായതേ ഉണ്ടാകുന്നു. ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം നമുക്ക്. മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ ഭക്തിയിലൂടെ മനസ്സ് ശുദ്ധമാകുന്നു, രജസും തമസും കുറയുന്നു, മനസ്സ് സത്വത്തിൽ സ്ഥിരപ്പെടുന്നു. ഇപ്പോൾ ഈ ശ്ലോകം ഈ യാത്രയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് പറയുന്നു. മനസ്സ് പ്രസന്നമായാൽ, ഭക്തിയിലൂടെ ആസക്തി ലഭിച്ചാൽ, ഭഗവാന്റെ യഥാർത്ഥമായിരിക്കുന്ന ആ തത്വജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ സ്വയം ഉദിക്കുമെന്ന് ഈ ശ്ലോകം നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ദിവസവും ഭാഗവത പഠനത്തിൻ്റെ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. നമസ്കാരം.